അപ്പം ഇന്നത്തെ പരിപാടി പോത്തിന് വെള്ളം കാട്ടുക. അപ്പോൾ വെള്ളം ഇടുക, തവിടിടുക. തവിടാണ്, മിൽത്തവിട് ഇതിൽ നിറച്ചിട്ടുണ്ട്. മിൽത്തവിടാണ് അത് വെക്കുക. ഇനി തോളത്തവിട് ലേശം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ തോളത്തവിട് ഇട്ടുണ്ട്. ഇനി പോത്തിനെ പുറത്തേക്ക് വിടുക. ഇനി പോത്തിനെ പുറത്തേക്ക് വിട്ടിട്ട് കറക്റ്റായിട്ട് വെള്ളം കാട്ടുക. ഈ നിൽക്കണ് ജഗജില്ലിമാർ, ഈ നിൽക്കണ് ഒന്ന് തേച്ചൊരക്കണ്ടല്ലേ ഇതിന്. അടുത്ത തോത്തിലെ രണ്ടാൾ ചാണത്തി കുളിച്ചിക്കണ്, ചാണൊക്കെ ക്ലിയർ ആക്കാണ്ട്. അപ്പോൾ ഒരാൾക്കുള്ള അജമാംസ രസായനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ അജമാംസ രസായനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ഷീണം മാറ്റി കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കുടിക്കും, എല്ലാം കുടിച്ചോ, ചാണത്തി ഉരുണ്ടിട്ടേ. അപ്പം രണ്ടാം സിംഗത്തിനെ പുറത്തിറക്കിയിട്ടുണ്ട്. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അജമാംസ രസായനം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാം സിംഗം ഇതാണ്. വെള്ളം നന്നായി കുടിക്കുന്നുണ്ട്. മിൽത്തവിടും എല്ലാ തവിടിട്ടിട്ടാണ് മിക്സ് ആക്കിയിട്ട് അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും നമ്മൾ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. നിൽക്കണേ 5 ആളുണ്ട്. പരിപാടി ചാണം നീക്കലാണ്. ഈ ചാണം നീക്കുമ്പോ അറപ്പും വെറുപ്പും ഒന്നും പാടില്ല, ഒന്നും പറയാൻ പാടില്ല. അങ്ങനത്തെ പോത്തിനും പയ്യനും നാൽക്കാലികളെയും വളർത്താൻ പറ്റില്ല. അപ്പൊ ഈ സാധനം ചെറിയൊരു ചെരിവുണ്ടാവും. ആ ചെരിവിനനുസരിച്ച് എത്ര ചെരിവ സിമ്പിളായിട്ട് ഇങ്ങനെ നീക്കുക. ഇങ്ങനെ നീക്കി കറക്റ്റായിട്ട് ഇങ്ങനെ നീക്കിയിട്ട് ഒരു പാത്രം അയ്യെന്ന് പറഞ്ഞവർക്ക് എന്താ ചെയ്യാൻ പറ്റില്ല. ഈ ചാണം നീക്ക് ഇങ്ങനെ നീക്കുക, ഇങ്ങനെ അടുപ്പിച്ചിട്ട് ഒക്കെ ക്ലിയർ ആക്കി. ഇനി അടുത്ത ഈ പാത്രം അപ്പൊ ക്ലിയർ ആക്കിയിട്ട് ഇതിന്റെ ചെരിവുണ്ട്. അപ്പൊ ആദ്യം ഈ ചെരിവ് കേടാണ്. കേടല്ല, അത് അരിലും ഈ മുക്കിലും മൂലരൊക്കെ ഉള്ള ചാണാണ് കിട്ടാൻ. ഹൈക്കോട്ടോട് നീക്കണാക്കി നല്ല പണി. എന്താ ഹൈക്കോട്ടോട് നീക്കണാക്കി നല്ലത് ഇതോട് നീക്കണ. അപ്പൊ എത്ര ക്ലിയറായി? എന്താ ക്ലിയർ? നന്നായി വൃത്തിയാക്കി. പിന്നെ കാലുമലും കയ്യുമലും കായി എന്ന് പറഞ്ഞിട്ട് ഇന്നെക്കൊണ്ട് പറ്റില്ല അറിഞ്ഞിട്ട് പോയാൽ ഈ പണി നടക്കില്ല. വലിയ AC റൂമിൽ ഇരുന്നിട്ടേ വലിയ കമ്പ്യൂട്ടറിന്റെ മേലെ ഇങ്ങനെ അടിച്ചു കളിച്ചാൽ മതി. പോത്തിനെ നോക്കുമ്പോൾ ചാണം നീക്കണോ, പോത്തിനെ വൃത്തിയാക്കണോ, പോത്തിനെ അരച്ചാണ് കുളിപ്പിക്കണോ. ചോര കൊട്ട തെങ്ങിനെ ഇട്ടാണല്ലോ. തെങ്ങുമ്പോ 10 കൊല തേങ്ങണ്ടാവും. ആ ആദ്യമായിട്ടാണോ എന്താ ചാണോ ഇങ്ങനത്തെ ഉന്തല് ഉണ്ടാ തള്ളൊക്കെ പറഞ്ഞിട്ടില്ല. അതാണ് ഇനി ഇത് ഈ സാധനം ഇത് കറക്റ്റ് ആകട്ടാ നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് കുറച്ച് വലിപ്പം കൂടിയത് കൊണ്ട് ഇതെന്റെ ഉള്ളിലേക്ക് പോവില്ല. അപ്പൊ ചെറുതായിട്ടൊന്ന് ക്രോസ് ചെയ്യാം. അപ്പൊ അതിന് പറ്റണില്ലേ, ഇത് അവിടെ വെക്കുക, കൈക്കോട്ട് എടുത്ത് വരിക. ആയിക്കോട്ടെ, ആ പോത്തിന്റെ ഉള്ളിലേക്ക് കൈക്കോട്ടാ കൊള്ളൂല്ലോ. അപ്പൊ ആനക്കുട്ടി പോലത്തെ പോത്തകളുള്ള കേട്ടോ. ആനക്കുട്ടി പോലത്തെ പോത്തകള് ചളിയിലാണ്ട് ഉരുണ്ടിട്ടേ എന്താ ഇതൊക്കെ. ഇതിന്റെ പക്കൊക്കെ നോക്ക്, ഒരു 10 മീറ്റർ ഉണ്ട് ആ ആദ്യ പക്ക്. കല്ലുപണിക്ക് പോയ പോലെ ഉണ്ട് കാണുമ്പോൾ. കിണർ പണിയിലേ നീ തോന്നുന്നു. ചളിയിലുണ്ട് കോരിയിട്ട് ഇവിടെ മറിഞ്ഞിക്കുക. വല്ലാത്ത ആദ്യ പോത്തള മക്കളെ. ഇങ്ങോട്ട് പോരിയും വേണ്ടിയവർ വിളിച്ചോളിയും, നമ്പറിലാണ്ട് വിളിച്ചോളിയും. കിട്ടിയിട്ടേ നല്ല സൂപ്പർ പെടക്കണ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആയിട്ട് നമ്മളിങ്ങനെ നടന്നു വരിക പാടത്ത് കൂടെ. ഇതൊന്നും നന്നായിട്ട് മുളകും കറിയും കണ്ട് പൊരിച്ചിട്ടൊക്കെ തിന്നാറില്ല. അതിൻ്റെ ശിവൻകുട്ടി
അപ്പം ഇത് നന്നായി കായം പറട്ടിയിട്ട് ഉപ്പും മുളകൊക്കെ തേച്ച് 1 മണിക്കൂർ കൊണ്ട് വെച്ചിട്ട് ചട്ടിയിലിട്ടിട്ട് അങ്ങോട്ട് പൊരിച്ചിട്ട് അങ്ങോട്ട് തിന്നിട്ട് ഒരു 2 മണിക്കൂർ ഉറക്കം ഇതാണ് തീറ്റ കഴിഞ്ഞാൽ. അപ്പോൾ പാടത്ത് പോയാൽ അങ്ങനെ ഓരോ ഗുണങ്ങളൊക്കെ ഉണ്ട്. മീനും പിടിച്ച് വരാം.